ഹലോ, ഹായ്, എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഹായ് സോണിഷ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇനി വരാനുള്ള ആളുകൾ വന്ന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ നിർത്തിയത് ഇവിടെയായിരുന്നു. ഈ ഹാസ് ഹാവിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇത്തരം സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ ടാഗിൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹാസ് അതുപോലെ ഹാവ്, അപ്പോൾ ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സംശയമില്ല, അത് തന്നെയാണ് അതിൻ്റെ ടാഗായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണം, യു ഹാവ് സെൻഡ് ദ ഇമെയിൽ അല്ലേ, ഹാവ് ഇവിടെ ഓക്സിലറി ആണ്, ഇത് V3 ആണ് അല്ലേ, നീ ഇമെയിൽ അയച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ ഹാവിനെടുത്ത് ഹാവിൻ്റെയും. ഷീ ഹാസ് വർക്ക്ഡ് വെരി ഹാർഡ്, ഹാസ് എടുത്ത് ഹാസിൻ്റെ ഷീ. സിമ്പിൾ, അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. സോണിഷ, ക്ലാസ് സ്കൂൾ ഓപ്പൺ ആയാൽ പിന്നെ കിച്ചൺ ടൈം ആണോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്തായാലും ക്ലാസ്സിൽ ഒരാൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പോയോ? സോണിഷ വന്നിട്ട് പോയി. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 0ആണ്. അപ്പോൾ ആളില്ലാത്ത ക്ലാസ്സിലാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാച്ച് തീർക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് ഞാൻ തീർക്കുകയാണ് കേട്ടോ. പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് ആരും ക്ലാസ്സിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇനി ഹാവ് ഹാസ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊസഷൻ, അത്തരം കേസിൽ നമുക്ക് ഡോണ്ട് യു എടുക്കാം, അതുപോലെ ഹാവ് ഇറ്റ് രണ്ടും ഉപയോഗിക്കാം. യു ഹാവ് എ ഫെരാരി, നിനക്കൊരു ഫെരാരി ഉണ്ട്, പൊസഷൻ ആണല്ലേ. പൊസഷൻ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. യു ഹാവ് എ ഫെരാരി, യു ഹാവ് ഫെരാരി ഡോണ്ട് യുവും പറയാം, യു ഹാവ് ഫെരാരി ഹാവിൻ്റെയും പറയാം. യു ഹാഡ് എ ന്യൂ കാർ, അപ്പോൾ ആൻഡ് ബോട്ട്, ഇവിടെ നിനക്കൊരു പുതിയ കാർ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. യു ഹാഡ് എ ന്യൂ കാർ. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഡിഡിൻ്റ്, ഇത് ഹാഡിൽ നിന്ന് ഡിഡിനെടുത്ത് ഡിഡിൻ ഹി, അല്ലെങ്കിൽ ഹാഡ് തന്നെ ഉപയോഗിക്കാം. അതുപോലെ യു ഹാഡ് എ ഗുഡ് ടൈം, ഡിഡിൻ്റെ അല്ലെങ്കിൽ ഹാഡിൻ്റെ. പക്ഷെ PSC ഇതിൽ നമ്മൾ പ്രയോറിറ്റി ഈ രണ്ടാമത്തതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. ഹാസ് ഹാവിൻ്റെത്, ഹാസ് ഹാവ് ഓക്സിലറി ആയിട്ട് ആണ് പറയുന്നതെങ്കിൽ അതേപോലെ തന്നെ ടാഗ് എഴുതിയാൽ മതി. പിന്നെ ഉണ്ട് എന്ന അർത്ഥത്തിൽ പൊസഷൻ പറയാനാണെങ്കിലും നമ്മൾ അത് തന്നെയാണ് PSCക്ക് വേണ്ടത്. രണ്ട് രീതിയിൽ പറയാമെങ്കിലും PSCക്ക് ആ ഓക്സിലറി വെർബ് വെച്ചിട്ടുള്ള ടാഗാണ് വേണ്ടത്. എന്നാൽ ഹാസ് ഹാവിനെ ഈറ്റ് ഓർ ഡ്രിങ്ക് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡു അല്ലെങ്കിൽ ഡിഡേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. യു ഹാഡ് എ വണ്ടർഫുൾ മീൽ ഇൻ ദ ന്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഡിൻ്റ് യു. യു ഹാവ് ലഞ്ച് ടുഗെദർ, ഹാവ് ലഞ്ച് നമ്മൾ ലഞ്ച് കഴിക്കുക ഒരുമിച്ച്, അപ്പോൾ അത് നമ്മൾ ഡൂവിനെ പുറത്തെടുത്തിട്ട് ഡോണ്ട് വി. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോയതാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, യു ഹാഡ് എ വണ്ടർഫുൾ മീൽ, ഡിഡിൻ്റ് യു. യു ഹാവ് ലഞ്ച് ടുഗെദർ അല്ലേ, ഡോണ്ട് വി. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം ലസീദ ഇതൊന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. അയ്യോ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒന്നുകൂടി ശ്രമിച്ചേ. They have bought a new car. തീർച്ചയായിട്ടും. അതിനു മുൻപ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് സാറേ. അതായത് ഐ ആം വെച്ചിട്ട് ഇപ്പൊ ഐ ആം എ സിംഗർ, അപ്പൊ അതിന്റെ ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആർ&ഐ അല്ലേ വരിക? അതെ, ഐ ആം എ സിംഗർ. പക്ഷെ നമ്മള് ഇപ്പൊ നമ്മുടെ ബ്രിസ്റ്റുവിന്റെ ആപ്പിൽ നമ്മൾ ഞാൻ ചെയ്തു, കുറെ ചെയ്യാൻ പറ്റിയിരുന്നു എനിക്ക്. അപ്പൊ അതില് എനിക്ക് അതന്ന് മറന്നുപോയതാണോ എനിക്ക്. ഈ ഐ ആം നോട്ട് വരുമ്പോ നമുക്ക് ആം ഐ ചോദിക്കാം അല്ലെ? ഐ ആം എ സിംഗർ ആറിന്റെ, ഐ ആം നോട്ട് എ സിംഗർ എന്ന് പറയുമ്പോ ആം ഐ. ഓക്കെ, മനസ്സിലായി. ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, ബ്രിസ്റ്റു ആപ്പിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ ചെയ്തു. വെരി ഗുഡ്. ഈ ബ്രിസ്റ്റൂലെ ചിലർക്കെങ്കിലും ഇത് എങ്ങനെ ചെയ്യാന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഞാൻ ബ്രിസ്റ്റു ആപ്പിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും ബ്രിസ്റ്റു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണത് ചെയ്യാന്ന് അറിയില്ല. ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്ലാസ് ആണ് കാണുന്നത്. അത് കണ്ടതിന് ശേഷം ക്ലാസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ നിങ്ങളിപ്പോൾ LDCക്ക് പഠിക്കുന്നെങ്കിൽ 10th ലെവൽ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ കണ്ടോ ഓരോ ലെവൽസ്. ആ ലെവൽസിൽ നമ്മൾ 10th ലെവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 10th ലെവൽ താഴെ കാണിക്കും. അപ്പോൾ നിങ്ങൾ 10th ലെവൽ മെയിൻസ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ 10th ലെവൽ മെയിൻസ്. എന്നിട്ട് അതിൽ പ്രാക്ടീസ് സെഷൻ ഉണ്ട്, സ്റ്റഡി സെഷൻ ഉണ്ട്. നമുക്ക് പ്രാക്ടീസ് സെഷനാണ് വേണ്ടത്. അപ്പോൾ മുകളിലത്തെ പ്രാക്ടീസ് സെഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിന് താഴെ വരുമ്പോൾ ഇംഗ്ലീഷ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതുണ്ട് ജനറൽ ഇംഗ്ലീഷ്, താഴെ കണ്ടോ ജനറൽ ഇംഗ്ലീഷ്. അതിൽ ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് സ്വാഭാവികമായിട്ട് ഏതിലാണ് വരിക? ലസീദ ഗ്രാമറാണ് അല്ലേ? യെസ്.
അപ്പോൾ ഗ്രാമറിൽ താഴെ ഇങ്ങനെ എല്ലാ ടോപ്പിക്കും ഇതിനകത്ത് കാണാം, എല്ലാ ഗ്രാമർ ടോപ്പിക്കും. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ ചാപ്റ്റർ 13 ഉണ്ടോ, ക്വസ്റ്റ്യൻ ടാഗ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 9 സെറ്റ് ചോദ്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഞാനത് 9ാമത്തെ സെറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതാ ചോദ്യം ഇരിക്കുന്നു. ഓക്കെ, ഹി ഈസ് നോട്ട് കമ്മിങ് ടു ദ ഷോ. ആൻസർ പറ ലസീദ. He is not coming to the show. ഒരു മിനിറ്റ്, is he? Is he? Good. അപ്പോൾ പച്ച ശരിയാണ്, പച്ച. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. They are always late. Aren't they? Aren't they? സോറി, ഓപ്ഷൻ ബി ആണ് അല്ലേ, aren't they? ഗുഡ്. ഇനി അടുത്തത് റൈറ്റ്. അടുത്ത ആൻസർ പറ. ഒരു മിനിറ്റ്, റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ് അല്ലേ, റൈറ്റ് ദ ക്വസ്റ്റ്യൻ അല്ലേ, റൈറ്റ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഫൈൻ. അതേതാ വരിക എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് ഫൈൻ. അത് കാണുന്നില്ല സർ, ഞാൻ കാണുന്നില്ല. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ അല്ലേ, അപ്പൊ ഈസ് ഇൻ ഡിറ്റ് അല്ലേ. ഓപ്ഷൻ ബി. ഞാൻ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടായിരുന്നില്ല, അതാ. ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്. വേറെ ആരും സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ളൊരു സോണിഷ, ജിൻസി ആരെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിന്റെ പറഞ്ഞോളൂ. ആഡ് ദ സ്യൂട്ടബിൾ ടാഗ് ക്വസ്റ്റ്യൻ. ലെറ്റ് us have a game of cricket. Shall we? ലെറ്റ് us വരുമ്പോൾ shall we, ഓപ്ഷൻ സി അല്ലേ. ഗുഡ്. അടുത്ത ചോദ്യത്തിന്റെ. It is very cold today. Isn't it? Isn't it ഏതാ, ഓപ്ഷൻ ഡി അല്ലേ. ഗുഡ്. അടുത്തത് have some more coffee. കുറച്ച് കൂടി കാപ്പി കുടിക്കൂ. ഹാവ് എന്ന് പറയുമ്പോൾ കുടിക്കൂ എന്നാണ് ഇവിടെ അർത്ഥം. പഠിപ്പിച്ചതാണോ ഇത്? ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ഇത്. ഒരു കാര്യം ഇങ്ങനെ ചെയ്യൂ, വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ ഇമ്പരേറ്റീവ് ഞാൻ പഠിപ്പിച്ചാണ്. അതന്നെ ഇമ്പരേറ്റീവിന്റെ will you. ഗുഡ്. ഇനി അടുത്തത്. they made the car in Germany. made past tense. ഡിൻഡേ ആണോ സാറേ? ഡിൻഡേ. യെസ്, ഓപ്ഷൻ ഡി ശരിയാണ്. ഡിഡിൻഡേ. ഓക്കെ. അടുത്ത ചോദ്യം. പീപ്പിൾ വോണ്ട് ലൈക്ക് മീ. വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട് അല്ലേ. അതെ. ഒരു മിനിറ്റ്, ഡു ദേ ആണോ? അല്ല, വില്ലല്ലേ, ഓക്സിലറി ഇല്ലേ. വിൽ ദേ. ഓപ്ഷൻ സി അല്ലേ. യെസ്. ഓക്കെ. അടുത്തത് ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്. ഡോണ്ട് വെച്ചിട്ട് വരുന്ന ഇമ്പരേറ്റീവ് സെന്റൻസുകൾക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ അതിന്. വിൽ യു. ഡോണ്ട് വെച്ച് വരുന്ന എല്ലാം വിൽ യു ആയിരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ വന്നോട്ടെ സാർ, എന്താന്നറിയില്ല. വിൽ യു. ഇനി തെറ്റൂലല്ലോ. ഇല്ല. അപ്പൊ ഇത് കഴിയുമ്പോൾ ആൻസേഴ്സ് മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ടോ ഒരുമിച്ച് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു സെറ്റ് ചെയ്തില്ലേ, ഇതേ സെറ്റ് വീണ്ടും ഒന്നുകൂടെ ചെയ്യണം. അങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ വൊക്കാബുലറി എങ്ങനെ പഠിച്ചു തീർക്കും? വൊക്കാബുലറി പഠിച്ചു തീർക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ വൊക്കാബുലറി നിങ്ങൾ ക്ലാസ് പഠിച്ചില്ലെങ്കിലും ഇവിടെ വന്നിട്ട് വൊക്കാബുലറി സെഷനിലെ മുഴുവനും ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാലും മതി. മനസ്സിലായോ? എല്ലാത്തിൻ്റെ ഇപ്പോൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, 90 ചോദ്യം ഉണ്ട്. ഈ 90 ചോദ്യം തിരിച്ചു മറിഞ്ഞ് ചെയ്ത് പഠിക്കാം. മനസ്സിലായല്ലേ? അങ്ങനെയല്ല, വൊക്കാബുലറി ക്ലാസ് അറ്റൻഡ് ചെയ്തോ, ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ സമയം ലാഭിക്കാം അല്ലേ, വളരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും എടുക്കും. സംശയം എന്താ? തീർച്ചയായിട്ടും എടുക്കും. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് പലർക്കും സംശയം, എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചാണ്. അപ്പോൾ എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ. സ്ക്രീൻ കാണുന്നില്ലേ ലസീദ? യെസ് സർ, കാണുന്നുണ്ട്. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, ഈ ചോദ്യം വായിച്ചിട്ട്. they have bought a car. ഹാവിന്റെ. സംശയം എന്തല്ലേ, ഹാവിൻ്റെ. അത് വാങ്ങി എന്ന അർത്ഥത്തില് ഇത് ഓക്സിലറി വെർബാണ് ഇവിടെ, ഹാവ് അല്ലേ. അപ്പൊ അതിന്റെ ഹാവിൻ്റെ. അടുത്ത ചോദ്യം സാർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്.
അത് തന്നെ ലഞ്ച് We ബ്രേക്ക്. have lunch break at 10 o'clock. Lunch break ഹാവ് എന്നാണ്. എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് ഓക്സിലറി വെർബാണ്. എന്തിനു വേണ്ടിയിട്ടാ? പൊസഷൻ. അല്ല സോറി, ഇത് മെയിൻ വെർബാണ്. പക്ഷെ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത്? പൊസഷൻ, ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ? അതെ. അപ്പൊ ഇവിടെ ഏതാ? രണ്ട് ഉത്തരമുണ്ട്. ഡോണ്ട് വിയും ശരിയാണ്, ഹാവിൻഡ് വിയും. പക്ഷെ പി എസ് സിക്ക് ഏതാ വേണ്ടത്? Don't ഹാവിൻഡ് വി. haven't we. Okay. ഓക്കെ. ഇനി അടുത്തത്, I usually have lunch around noon. I usually have lunch. ഇവിടെ don't I അല്ല haven't I usually have lunch. ഇവിടെ ഈറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഡു ആണ് ഇവിടുത്തെ ഓക്സിലറി. ആൻസർ ഏതാ? ഡോണ്ട് ഐ. ഓക്കെ. പ്രണവ് എന്താ ചോദ്യം ചോദിച്ചത്? ഐ ഫൗണ്ട് ഹിം സെയിങ് ദാറ്റ് ഹിസ് റീഡിങ് ഹെൽപ്ഡ് ഹിം എ ലോട്ട്. ഹൗ മെനി ജെറൻസ് ആർ ദേർന്നോ? ജെറണ്ടിന്റെ ചോദ്യമാണോ? ഓക്കെ, നോക്കാം നമുക്ക്. ഐ ഫൗണ്ട് ഹിം saying that reading helped him a lot. I found him saying, പറയുന്നത് ഞാൻ കേട്ടു. ഓക്കെ, ഐ ഫൗണ്ട് അല്ല, ഞാൻ പറയുന്നതായിട്ട് ഞാൻ അറിയാൻ സാധിച്ചു. ഹിം എന്താണ്? സേയിങ്. ഈ സേയിങ് എന്ന് പറയുന്നത് ING, ഒരു ജെറണ്ട്. പിന്നെന്താ? ദാറ്റ് റീഡിങ് ഹെൽപ്ഡ് ഹിം, വായന. ഓക്കെ, വായന എന്ന് പറയുന്നത് അടുത്ത ജെറണ്ട്. അപ്പോൾ രണ്ട് ജെറണ്ട്. ഓക്കെ, രണ്ട് ജെറണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ കിടക്കാം. ഓക്കെ, എന്താണ് ആൻസർ? ഒരെണ്ണോ? ഇല്ല, രണ്ടും ജെറണ്ടാണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് കോംപ്ലക്സ് സെന്റൻസസ് ആണ്. ഇപ്പോൾ പ്രണവ് എന്നോട് ചോദിച്ച ചോദ്യം ജെറണ്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. എന്താ കോംപ്ലക്സ് സെന്റൻസ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു സെന്റൻസിന് രണ്ട് എന്താ പറയുക, പ്രണവേ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാനത് കൃത്യമായി ഡിസ്കസ് ചെയ്തുതരാം. ആ ക്വസ്റ്റ്യന് പറഞ്ഞുതരാം കേട്ടോ. ജെറണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ടോപ്പിക് ജെറണ്ടാണോ? ജെറണ്ട് ഉണ്ട്, പഠിക്കാനുണ്ട്. ഞാൻ വളരെ വിശദമായിട്ട് അത് പറഞ്ഞുതരാം. ഡോണ്ട് വറി, അതിലേക്ക് നമുക്ക് വരാം. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് കോംപ്ലക്സ് സെന്റൻസസ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്ലോസുകൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഐ believe innocent. I believe that he is innocent. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഒന്ന് മാറ്റി എഴുതരാം. അവിടെ കുറച്ച് വൃത്തിയിൽ ഇവിടെ എഴുതരാം. ഐ ബിലീവ് ദാറ്റ് ഹി ഈസ് ഇന്നസെന്റ്. ഇനി ഐക്ക് പോയത് വേറെ ആവാം. അപ്പോൾ ദേ ബിലീവ്, അവർ വിശ്വസിക്കുന്നു, ഹീസ് ഇന്നസെന്റ്, അവൻ നിരപരാധിയാന്നുള്ളത്. ഇനിയിപ്പോൾ വേറൊരെണ്ണം പറയാം. ഇഫ് യു കം ഐ വിൽ, ഇഫ് യു കം ഹി വിൽ ഗോ. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട്. ഇഫ് യു കം കണ്ടോ, മുറിച്ചു. ഹി വിൽ ഗോ, ഇതൊരു ക്ലോസ് ആണ്, ഇതൊരു ക്ലോസ് ആണ്. ഇനി ദേ ബിലീവ് ദാറ്റ് ഹീസ് ഇന്നസെന്റ്, ഇതൊരു ക്ലോസ് ആണ്. ഇങ്ങനെ രണ്ട് ക്ലോസുകൾ കൂടി ചേരുന്നതാണ് എന്ത്? ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഇതിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യത്തെ സെന്റൻസ് പറയാം. ദേ ബിലീവ് ദാറ്റ് ഹീസ് ഇന്നസെന്റ്. ലസീദ, ദേ ബിലീവ് ദാറ്റ് ഹീസ് ഇന്നസെന്റ്. ഇത് എത്ര ക്ലോസ് ഉണ്ട് ഇതിൽ? 2 ക്ലോസ്. 2. ഇതിൽ ഒരെണ്ണം മെയിൻ ക്ലോസ് ആണ്, പൂർണ്ണാർത്ഥമുള്ളത് മെയിൻ ക്ലോസ്. അതിൽ ഏതാ മെയിൻ ക്ലോസ്? ദേ ബിലീവ്. ദേ ബിലീവ്. കാരണം ദാറ്റ് ഹീസ് ഇന്നസെന്റ് പറയുമ്പോൾ അതിനെന്തോ ഒരു അർത്ഥം പൂർണ്ണമല്ല. അതുകൊണ്ട് ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, SC. മറ്റേത് മെയിൻ ക്ലോസ് ആണ്. രണ്ടാമത്തത് വായിച്ചു നോക്കി. ഇഫ് യു കം, നീ വന്നാൽ ഹി വിൽ ഗോ. ഇതിലേതാ മെയിൻ ക്ലോസ്? ഹി വിൽ ഗോ. രണ്ടാമത്തത് അല്ലേ. ആദ്യത്തേത് SC ആണ്, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സെന്റൻസിന്റെ ടാഗ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോസിന്റെ ടാഗ് ആണ് എഴുതേണ്ടത്. അപ്പൊ ദേ ബിലീവ് ദാറ്റ് ഹീസ് ഇന്നസെന്റിന്റെ ടാഗ് എന്തായിരിക്കും? പ്രണവേ, ഒന്ന് സ്റ്റേജിലേക്ക് വാ. സാർ, ഹീസ് ഇന്നസെന്റ് അല്ലേ മെയിൻ ക്ലോസ് വരിക? അല്ല, കാരണം ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ അതിന്റെ കൂടെ ഉണ്ടല്ലോ. ദാറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് എപ്പോഴും മുൻപ് സർ ഇത് പഠിപ്പിച്ചപ്പോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം, ദാറ്റ് തൊട്ടെടുക്കണം എന്ന്. അതെ, അതായത് ഒരു ക്ലോസിന്റെ ഫസ്റ്റ് മാത്രമേ കൺജങ്ഷൻ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വേണം ചിന്തിക്കുക, ദേ ബിലീവ് ദാറ്റ് ഇവിടെ വെച്ച് മുറിച്ചൂടെന്ന്. അങ്ങനെയാകുമ്പോ ഹീസ് ഇന്നസെന്റ് മെയിൻ ക്ലോസ് ആവില്ലേ എന്നൊരു സംശയം വരും. പക്ഷെ അങ്ങനെ മുറിക്കാൻ പറ്റൂല. കാരണം ഒരു ക്ലോസിന്റെ അവസാനത്തിൽ ഒരിക്കലും ദാറ്റ് വരില്ല. യെസ്. അതുകൊണ്ട് ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് രണ്ടാമത്തതും ഒന്നാമത്തെ ദേ ബിലീവ് മെയിൻ ക്ലോസും. അങ്ങനെയെങ്കിൽ ഇതിന്റെ ടാഗ് എന്താ പ്രണവേ? ബിലീവില് ഡു അല്ലേ ഉള്ളത്? ബിലീവില്. അപ്പൊ ഡോണ്ട് ദേ അല്ലേ? അതെ അതെ. ഓക്കെ, അടുത്തതിന്റെ ടാഗ് പറ. ഇഫ് യു കം ഹി വിൽ ഗോ. ഹി വിൽ ഗോ. അപ്പോ ഗോന്റെ അല്ല, വോണ്ട്. വോണ്ട് ഹി. അങ്ങനെ വരാ. അതെ അതെ, വോണ്ട് ഹി. യെസ്. ക്ലിയർ അല്ലേ സംഭവം? ഓക്കെ അല്ലേ? മനസ്സിലായി. ഹി, ഞാൻ വേറെ എക്സാമ്പിൾ തരാം. ഹി സ്ലാപ്ഡ് her though she told the truth. ഇതിന്റെ ടാഗ് എന്താ? ഇത് ദോന്നാണ്. ഹി സ്ലാപ്ഡ് ഹെർ ആണ് മെയിൻ ക്ലോസ്. യെസ്. അപ്പോ ഇവിടെ സ്ലാപ്പഡിന്റെ ഇതെന്ന് പറയുന്നത് ഡിഡ്. അപ്പോ ഡിഡിന്റ് ഹി അല്ലേ? കാരണം ഇത് ദോ ഷീ ടോൾഡ് ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അവൾ സത്യം പറഞ്ഞിട്ടും, അപ്പൊ അത് പൂർണ്ണാർത്ഥമില്ലാത്തതുകൊണ്ട് അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഡിഡിന്റ് ഹി ആണ് ശരി അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഒരു റൂള് പഠിച്ചു. എന്താണ് റൂള്? കോംപ്ലക്സ് സെന്റൻസ് വന്നാൽ എന്തിന്റെ ടാഗ് എഴുതേണ്ടത്? മെയിൻ ക്ലോസിന്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ഈ ദാറ്റ് കൺജങ്ഷനായി വരുമ്പോൾ അത് എപ്പോഴും എഴുതണമെന്നില്ല. ദേ ബിലീവ് ദാറ്റ് ഹീസ് ഇന്നസെന്റ് എന്നുള്ളത് ദേ ബിലീവ് ഹീസ് ഇന്നസെന്റ് എന്നേ പറയുള്ളൂ. ഇത് മറച്ചു വെക്കും. അപ്പൊ അവിടെ ഒരു കൺജങ്ഷനെ കാണുന്നില്ലെങ്കിൽ ഏത് കൺജങ്ഷൻ ആയിരിക്കും? ദാറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ചോദ്യമാണ് ഇത്. യു തിങ്ക് യു ആർ ബ്രില്യന്റ്. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാ വായിക്കേണ്ടത്? ഇവിടെ എന്തുണ്ട്? യു തിങ്ക് ദാറ്റ് യു ആർ ബ്രില്യന്റ് എന്നാണ്. അതിനാണ് അതിന്റെ ഉത്തരം പറ ഈ ചോദ്യത്തിന്റെ. യു തിങ്ക് ആണ് മെയിൻ ക്ലോസ് വരിക. ഓക്കെ, അപ്പോ ഇവിടെ തിങ്കിന്റെ ഇത് വരുമ്പോ ഡോണ്ട്. ഡോണ്ട് യു അല്ലേ? ഉത്തരം ഏതാ? ഓപ്ഷൻ ബി. 2019 ഇത് ചോദിച്ചത്. എന്നാൽ 2017 അതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ചോദ്യം എല്ലാവരും തെറ്റിക്കാനുള്ള കാരണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡോണ്ട് യു ആണ്. അതിന്റെ മുമ്പത്തെ ഈ 2017 ചോദ്യത്തിന്റെ ഉത്തരം ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഐ ആം റൈറ്റ്. ഐ തിങ്ക് വരും. അപ്പൊ ആൻസർ
ഐ തിങ്ക്. തിങ്കിൽ ഡോണ്ട് അല്ലല്ലേ? ഓ സോറി, തിങ്കിൽ ഡോണ്ട്. ഡോണ്ട് ഐ. ഡോണ്ട് ഐ. പക്ഷേ ഈ ഉത്തരം തെറ്റാണ്. ആറിൻ്റെ ഐ ആണ് ശരി. ഞാനത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ തിങ്ക് പോലെയുള്ള വാക്കുകൾ സ്റ്റാറ്റീവ് വെർബ് എന്നതിന് പറയാം. എന്താണ് സ്റ്റാറ്റീവ് വെർബ്? അതായത് തിങ്ക്, സീംസ്, അതായത് തോന്നുക. അത് ഈ തോന്നുക എന്ന് പറയുന്ന സാധനം, ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു, തോന്നുക എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണോ? ഒരു ആക്ഷനാണോ? അല്ല. നമ്മളിപ്പോൾ തിന്നുക, കുടിക്കുക, നടക്കുക, ഇരിക്കുക, പിടിക്കുക, നുള്ളുക, ഇതൊക്കെ ഒരു കൈ കൊണ്ടോ കാലുകൊണ്ടോ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് അല്ലേ ചെയ്യുന്നതാണ്. പക്ഷേ ചില വെർബുകളുണ്ട് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയില്ല. ആ സാധനങ്ങൾ, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സ്റ്റാറ്റീവ് വെർബ് എന്നാ പറയാ. ആ ബിലീവ് സ്റ്റാറ്റീവ് ആണ്. വിശ്വസിക്കുക എന്നുള്ളത് ഏതെങ്കിലും അവയം കൊണ്ട് ചെയ്യുന്നല്ലോ ബിലീവ്. അപ്പോൾ ഐ വി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾക്കൊപ്പം ഈ സ്റ്റാറ്റീവ് വെർബുകൾ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിന്റെ ടാഗ് എഴുതാൻ പാടുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഐ ആം റൈറ്റിന്റെ ടാഗ് എഴുതിയത്? ഐന്റെ കൂടെ എന്ത് വന്നു? തിങ്ക് വന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഇതുവരെ ആദ്യം പഠിച്ചത് മെയിൻ ക്ലോസ് എടുത്ത് എഴുതാനാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം, യു തിങ്ക് യു ആർ റൈറ്റിന്റെ ആൻസർ എന്താ? യു ആർ തിങ്ക് ഡോണ്ട് യു. കാരണം ഇവിടെ യു തിങ്ക് ദാറ്റ് യു ആർ, ഇത് സബോർഡിനേറ്റ് ക്ലോസ്, ഇത് മെയിൻ ക്ലോസും ആയതുകൊണ്ട് ഡോണ്ട് യു. ഓക്കെ, ഇനി ലസീദ. സാർ ഒരു മിനിറ്റ്, എനിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ സാർ, അതെനിക്ക് ഇവിടെ തിങ്ക് ഉണ്ടെങ്കിലും ഈ തിങ്കിന്റെ കൂടെ, സോറി, തിങ്കിന്റെ കൂടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാ? യു ആണ്. അതിന് നമുക്ക് കുഴപ്പമില്ല. ഐയും വിയെ പ്രശ്നമുള്ളൂ. ഫസ്റ്റ് പേഴ്സൺ, അത് പറയുന്ന ആളുണ്ട് ഐയിലും വിയിലും. യു തിങ്ക് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ തിങ്കിന്റെ കൂടെ യു വന്നാൽ കുഴപ്പമുള്ള കേസല്ല. സോറി. ഹലോ, കേൾക്കുന്നുണ്ടോ? റിയലി സോറി കേട്ടോ, അതൊരു വെരിഫിക്കേഷന്റെ കോൾ ആയിരുന്നു, അതുകൊണ്ട് അറ്റൻഡ് ചെയ്താണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് ഷാൽ വി വന്നത് എന്ന് പറയാമോ? Let us hope that we will be proficient in grammar soon. Let us hope ആണ് ഇതിലെ എന്ത്? മെയിൻ ക്ലോസ് അല്ലേ? ദാറ്റ് വി വിൽ ബി പ്രൊഫഷണൽ ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ സൂൺ എന്ന് പറയുന്നത് ഈ ദാറ്റ് വന്നതുകൊണ്ട് ഇത് എന്തായി? സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ മെയിൻ ക്ലോസിന്റെ ടാഗ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. മെയിൻ ക്ലോസ് ഇവിടെ ലെറ്റസിൽ തുടങ്ങിയോണ്ട് ഷാൾ വി അല്ലേ? അതെ. ഓക്കെ, പ്രണവ്, എന്തുകൊണ്ടാണ് ഈ അടുത്ത ചോദ്യത്തിന് വിൽ യു ടാഗ് വന്നത്? പ്രണവില്ലേ? Tell him that he will get. ഇതില് tell him ആണ് മെയിൻ ക്ലോസ്. tell him എന്ന് പറയുന്ന ഏത് ടൈപ്പ് സെന്റൻസാ? ഇംപെറേറ്റീവ്. നമ്മളൊരു വെർബിൽ നിന്ന് തുടങ്ങുന്നത്. tell him, come here, take this, അങ്ങനെ വെർബിൽ തുടങ്ങുന്നത്. കമന്റ്, സജഷൻസ് ഒക്കെ പറയുന്ന സംഗതികളല്ലേ? അങ്ങനെയുള്ള സംഗതികളെല്ലാം എപ്പോഴും ഇംപെറേറ്റീവ് സെൻസ്. ഇംപെറേറ്റീവ് സെൻസിന്റെ ടാഗ് ഒന്നെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെൽ ഹിം എന്ന് പറഞ്ഞാൽ ഒരു ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് അതിന്റെ ടാഗ് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ്. ഗോട്ട് ഇറ്റ്? ഓക്കേ, മനസ്സിലായി. യെസ്. ലസീദ, അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് ഹാഡിന്റ് ഇറ്റ് വന്നത്? When he reached the railway station, the train had left. The train രണ്ടാമത്തേതാണ് മെയിൻ ക്ലോസ്. യെസ്. അത് എന്തുകൊണ്ടാണ് ആദ്യത്തേത് മെയിൻ ക്ലോസ് ആവാതിരുന്നത്? സബോർഡിനേറ്റ്. when he reached the railway station, when എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ അതിന്റെ കൂടെ വന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു മെയിൻ ക്ലോസ് അല്ല, സബോർഡിനേറ്റ്. അതിന്റെ അർത്ഥം പൂർണ്ണമല്ല. when he reached the railway station, അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ, അർത്ഥം കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് അത് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ അതിന്റെ ടാഗ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെ മുറിച്ചിട്ട് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത് പൂർണ്ണാർത്ഥമുണ്ട്. അതിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട് അല്ലേ? സോ മെയിൻ ക്ലോസ് ആണ്, അതിന്റെ ടാഗ് എഴുതി. ഇതാണല്ലോ ബേസിക് റൂള്. അതെ. എന്നാൽ ഐ തിങ്ക് ഐ ആം റൈറ്റ്
ഇതിലെന്തുകൊണ്ടാണ് ഐ തിങ്ക് പരിഗണിക്കാതെ ഇതിനകത്തുള്ള ദാറ്റ് ഐ ആം റൈറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തെ പരിഗണിച്ചത്? സബോർഡിനേറ്റ് ക്ലോസിന്റെ ടാഗാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഇതാണ് നേരത്തെ സാറ് പറഞ്ഞത് സ്റ്റാറ്റിക്. ഈ തിങ്ക് എന്ന് പറയുന്ന സ്റ്റാറ്റീവ് വെർബ് ആരുടെ കൂടെ വന്നു? ഐയും ബിയുടെയും കൂടെ വന്നാല്. ഓക്കെ. ഇനി പ്രണവേ, അടുത്ത ചോദ്യം, വി ബിലീവ് ദാറ്റ് ഹീസ് ദ കോൺവിക്റ്റ്. ഇതിൽ ദാറ്റ് ഹീസ് കോൺവിക്റ്റ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, വി ബിലീവ് മെയിൻ ക്ലോസ് ആണ്. പക്ഷെ ഇതിന്റെ ടാഗ് എടുത്തിരിക്കുന്നത് ഏതാ? സബോർഡിനേറ്റ് ക്ലോസിന്റെയാണ്. എന്തുകൊണ്ട്? ബിലീവ് ഈസ് എ സ്റ്റാറ്റിക് വെർബ്. ബിലീവ് സ്റ്റാറ്റിക് വെർബ് ആണ്. അതുകൊണ്ട് വി, ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഓപ്ഷനിൽ പരീക്ഷയ്ക്ക് വി ബിലീവിന്റെ ഡോണ്ട് വിയും കൂടെ ഉണ്ടാവും. അപ്പൊ മിക്കവാറും എല്ലാവരും ഡോണ്ട് വി ആയിരിക്കും ആൻസർ എഴുതുക. അത് തെറ്റാണ്. ഈസിന്റ് ഹി ആണ് ശരി കേട്ടോ. അടുത്ത ചോദ്യത്തിൻ്റെത് ലസീത പറ ആൻസർ. I am afraid that a lot of people will starve to death. I am afraid. അതാണ് അതിന്റെ മെയിൻ ക്ലോസ്. യെസ്, മെയിൻ ക്ലോസ്. മറ്റേത് ദാറ്റ് മുതലുള്ള സെന്റൻസ് ആയതുകൊണ്ട് അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലേ? അതെ. ഓക്കെ. ഐ ആം അഫ്രൈഡ്. അപ്പൊ എന്തിന്റെ ടാഗ്? അല്ല, ഒരു മിനിറ്റ് സാറേ, അഫ്രൈഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണോ? അവിടെ പ്രശ്നം, കൺഫ്യൂഷൻ വന്നു അല്ലേ? ഐ ആം അഫ്രൈഡ്. എനിക്ക് ഐ ആം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താ പറയാ, എനിക്ക് ഭയം തോന്നുന്നു എന്ന രൂപത്തിലുള്ള സംഭവമാണ് അല്ലേ? എനിക്ക് എന്താ പറയാ, ഞാനത് പറയാൻ എനിക്ക് മടിയുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ട്. അപ്പൊ അത് സ്റ്റാറ്റീവ് വെർബാണ്. അതായത് ഞാൻ ലിസ്റ്റ് തന്നെ തരാം. അതിന് ലിസ്റ്റ് ഉണ്ട്. ഇതാ, ബിലീവ് ഇതൊക്കെ സ്റ്റാറ്റീവ് വെർബ് എന്ന്. തിങ്ക്, ഹോപ്പ്, സസ്പെക്ട്, സപ്പോസ്, അപ്പിയർ, സീം, ലുക്ക്, ബി അഫ്രൈഡ്, ബി ഷുവർ. മനസ്സിലായോ? ഐന്റെ മീനിന്റെ കൂടെ ഈ പറഞ്ഞ വാക്കുകൾ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസ് പരിഗണിക്കണം. പ്രണവേ മനസ്സിലായോ? സെക്കൻഡ് പേഴ്സൺ വന്ന കുഴപ്പമില്ലല്ലോ. അതായത് ഹി ഷീ ഒക്കെ വന്ന കുഴപ്പമില്ല. ഇതിന് പകരം ഹി ഓ ഷീ ആണെങ്കിൽ ഇത് വാദകല്ല. ഐനും വിനും മാത്രം, ഫസ്റ്റ് പേഴ്സണിന് മാത്രം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഐയും വിയും നമ്മളുള്ളത് കൊണ്ട്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? യു. തേർഡ് പേഴ്സൺ ആണ് ഹി, ഷീ, ദേ. അപ്പൊ സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഈ റൂൾ ബാധകല്ല. ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഈ സ്റ്റാറ്റീവ് പറഞ്ഞാലാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ ഐയും വിയും ആണ് പ്രശ്നം ബേസിക്കലി കേട്ടാ. അവിടെ നോക്കിയാ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ടാണ്? മുൻപത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചേ, അഫ്രൈഡിന്റെ ക്വസ്റ്റ്യൻ. ഏതാ? അഫ്രൈഡിന്റെ? ഐ ആം അഫ്രൈഡ്. ഈ ആം എന്ന് പറഞ്ഞ ബിന്റെ ഫോം ആണ്, അതുകൊണ്ട് ബി അഫ്രൈഡ് വന്നു. അതായത് ഐ ആം അഫ്രൈഡിന്റെ മെയിൻ ക്ലോസ് ആണ്. ഇത് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം ഐന്റെ കൂടെ ആര് വന്നു? സ്റ്റാറ്റീവ് വെർബായ അഫ്രൈഡ് വന്നു. അതുകൊണ്ട് ഇപ്പുറ ഭാഗത്ത് സബോർഡിനേറ്റ് ക്ലോസിന്റെ ടാഗ് എഴുതണം. അപ്പൊ ഇവിടെ വില്ലാണ് ഓക്സിലറി. ആ വില്ലിനെ നോട്ടാക്കിയപ്പോ വോണ്ടായി. എ ലോട്ട് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോ ദേ വോണ്ട് ദേ. ഓക്കെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഐ ഹോപ്പ്, അപ്പൊ ഇവിടെ ആരുണ്ട്? ദാറ്റ് ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡ്. സോറി, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഈ മെയിൻ ക്ലോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ഹോപ്പ് വന്നോണ്ട്. അപ്പോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡിന്റെ ഡോണ്ട് യു. ഐ ഹോപ്പ് ദാറ്റ് യുവർ ഹാർവസ്റ്റ് ഇസ് abundant, isn't it? We think that he is the most considerate person, that he is the ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോ ഐ ഹോപ്പ് മെയിൻ ക്ലോസ് ആണ്, ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഓക്കെ. ഹോപ്പ് സ്റ്റാറ്റിക് വെർബ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മെയിൻ ക്ലോസ് ഉപയോഗിക്കുന്നില്ല, സബോർഡിനേറ്റ് ക്ലോസിന്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, നമ്മളവിടെ അണ്ടർസ്റ്റാൻഡ് എന്ന വെർബ് നോക്കിയിട്ടാണോ അപ്പൊ ഡോണ്ട് യു യൂസ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡിനുള്ളിൽ ആരുണ്ട്? യു ഡു അണ്ടർസ്റ്റാൻഡ്. ഡു എടുത്ത് ഡോണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്സിലറിനെ പുറത്തെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഓക്സിലറിനെ കാണുന്നില്ലെങ്കിൽ
ഡു ആയിരിക്കും. ഇവിടെ യുഎസ്എനെ കാണുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ വെർബിൻ്റെ ഉള്ളിലുണ്ട് ഡു, ഓക്കെ ഡോണ്ട് യു. ശരി ശരി ഓക്കെ സർ. ഓക്കെ. ഇവിടെ അണ്ടർസ്റ്റാൻഡ്സ് എന്നാണെങ്കിലോ ദസ് ഉണ്ടാവുക. ഡസ്റ്റ് ഓക്കെ ഓക്കെ അങ്ങനെ. മനസ്സിലായി. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോറി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. സാറേ അതിൽ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഡൗട്ട് കുഴപ്പമുണ്ടോ ചോദിക്കുന്നോണ്ട്? ഇല്ല, ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. സാറേ എനിക്ക് ഇപ്പോഴും മറ്റേ ആ പൊസിഷൻസ് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കണം. പൊസഷൻസോ? അതായത് അതെനിക്ക് ഒന്നും കൂടി പറഞ്ഞുതരാമോ? കുഴപ്പമുണ്ടോ? ഇല്ല, ഉണ്ട് എന്ന അർത്ഥത്തിൽ. അതായത് നമ്മൾ ഹാവ് എന്ന് പറഞ്ഞ വാക്കില്ലേ, ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാവ് എടുത്ത് പറയാം. ഹാവ്, ഈ ഹാവ് 3 എണ്ണം ഉണ്ട്. 1 ഓക്സിലറി വെർബ്, 2 പൊസഷൻ പറയാൻ വേണ്ടിയിട്ട്, അതായത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, 3 എന്താ 3 ഈറ്റ് ഓർ ഡ്രിങ്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഹാവിനെ ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബാണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ ഐ ഹാവ് ഗോൺ. സ്ക്രീൻ കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നില്ല? ഇല്ല. പറയണ്ടേ? ഓക്കെ. ഇപ്പോൾ ഐ ഹാവ് ഗോൺ എന്നാണെങ്കിൽ അതിന്റെ ടാഗ് എന്താ? ഇപ്പൊ ഓക്കെയാണ്, സ്ക്രീൻ കാണുന്നുണ്ട് സർ. ഓക്കെ. ഹാവിൻ്റെ ഐ എന്നല്ലേ? ഹാവിൻ്റെ അതെ. ഇനി പൊസഷൻ പറയാണ്, എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ. അപ്പോഴും അതേമാതിരി തന്നെ പറഞ്ഞാൽ മതി, ഹാവിൻ്റെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അഥവാ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ അറ്റ് 8 AM. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഹാവിന്റെ അർത്ഥം എന്താ? ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ ഈറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ടാഗ് എന്താ വേണ്ടത്? ഡോണ്ട് ഐ. മറ്റോടത്ത് രണ്ടും ഹാവിന്റെ തന്നെ. ഡോണ്ട് ഐ എപ്പോ മാത്രം? തിന്നുക കുടിക്കുക എന്ന് പറയുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ആ സംഗതി ഹാവ്, അല്ലെങ്കിൽ ഹാവിന് വരെ ആസനം ഹാവിന്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തന്നെ, ഒരു എക്സാമ്പിളും കൂടി. ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെയോ? ഐ ഹാവ് ലഞ്ച്. ഓക്കെ. അല്ലെങ്കിൽ അല്ല, സപ്പർ, ലഞ്ച്, ഡിന്നർ അതൊക്കെ വരുമ്പോഴും അങ്ങനെ തന്നെയാണോ? എല്ലാം എന്തും ഭക്ഷണം കഴിക്കുക എന്നുള്ള രൂപത്തിൽ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. വേറെ ഇപ്പം എന്താ? ഇതന്നെ തിന്നലും കുടിക്കലും അതന്നെ, വേറൊന്നുമില്ല. ഐ ഹാവ് ബനാന. വേറെ രൂപത്തിലൊക്കെ ഐ നെവർ ഹാവ് ബനാന. നെവർ ഹാവ് ബനാന. ഐ നെവർ ഹാഡ് ബനാന എന്ന് വന്നാലോ? നെവർ ഹാഡോ? ഡിഡ് വരും. മനസ്സിലായി. ഐ നെവർ ഹാഡ് ബനാന എന്നാണെങ്കിൽ ഡിഡ് വരും ചോദ്യത്തില്. ഡിഡ് നോട്ട് ചേർക്കണ്ട, നെവർ ഉള്ളതുകൊണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ഡു ഐ. മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് ആപ്പിൽ പോയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഞാനിപ്പോ സമയം കളയുന്നില്ല, ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പൊ അതിനകത്ത് 9 സെറ്റ് ഉണ്ട്. കൂടുതൽ സെറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ ആപ്പിൽ ബ്രിസ്റ്റൂര്. അപ്പോൾ അതിലുള്ള 9 ഇപ്പൊ അതായത് 90 ചോദ്യം മുഴുവൻ നിങ്ങൾ ചെയ്യണം. കൂടുതൽ പിന്നീട് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.